അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം. മൻസൂർ ഭായ്, ആ ഞാൻ കർണാടകത്തിലാണ്. ഞാൻ നിങ്ങളെ ഞാൻ തുടർച്ചയായിട്ട് ഇങ്ങനെ കാണുന്നതാണ് വീഡിയോ. ആ. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ആ ഭാഗത്താണല്ലോ ഈ തരികിട എല്ലാം ഉള്ളത്. തച്ചി കൊല്ലാൻ ആരുമില്ല. നമ്മളെ കണ്ണൂർ ഭാഗത്തൊന്നും ആരുമില്ലല്ലോ. വിടുകയില്ല കേട്ടാ. ഞങ്ങളുടെ ഭാഗത്താണ് തരികിട, നിങ്ങളുടെ ഭാഗത്തില്ലാന്നാ? കുറവ് തന്നെയാണപ്പാ. പക്ഷെ നമുക്കൊന്ന് എതിർത്തൂടാ. വീട്ടുകാർ വരെ നമ്മൾ അബുജാഹിദ് മുജാഹിദ് പിന്നെ അൽക്കുൽത്താക്കി മാറ്റുവപ്പാ. ഒന്നും പറഞ്ഞൂടാ. നിങ്ങൾ കർണാടകയിൽ എവിടെയാണ്? ഞാൻ ഇവിടെ കൊപ്പൽ ഡിസ്ട്രിക്റ്റിലാണ്. കൊപ്പൽ. കൊപ്പൽ അതേത് ജില്ല വരിക? കൊപ്പൽ ഡിസ്ട്രിക്ട് തന്നെയാണ്. District ആണ്. Okay, okay, okay. ഹുബ്ലി പിന്നെ റൈച്ചൂർ ബെല്ലാരി ഭാഗം ഉത്തര കർണാടക. നിങ്ങളുടെ പേര്? എന്റെ പേര് ഖാലിദ്. ഖാലിദ് ഭായ്, ആ സത്യത്തില് ഏറ്റവും വലിയ ഖുറാഫാത്ത് പറയുന്നത് കർണാടകയുടെ നിങ്ങൾ ഈ പറഞ്ഞ മംഗലാപുരം അതുപോലെ പരിസര പ്രദേശങ്ങളിലാണ്. അതെ അതെ. എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ പോയിട്ട് ഇവർക്ക് എന്തും പറയാം, തീരെ ചോദ്യം ചെയ്യപ്പെടില്ല. അതെ. ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നതും അതിന്റെ കടിഞ്ഞാണും ഒക്കെ ഇവിടെ ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ എന്റെ വീഡിയോകളില് കന്നഡ എഴുതിയ ബാനറുള്ള വീഡിയോകൾ കണ്ടമാനം ഞാൻ ചെയ്യാറുണ്ട്. അതെ അതെ. കാര്യം അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവര് വല്ലാതെ ഈ സാധനം വിളിച്ചു പറയാറുണ്ട്. ആരും പൈസ ഉണ്ടാക്കില്ല, കളവ് പറഞ്ഞിട്ട്. അതെ. ഈ കർണാടക ഭാഗത്തുള്ള ആളുകൾ കണ്ടമാനം എന്റെ വ്യൂവേഴ്സ് ഉണ്ട്. അവര് അവിടുത്തെ വീഡിയോകൾ അയച്ചു തരാറുമുണ്ട്. കാണുന്നില്ല ഒരു പുതിയ മറ്റേ ഷിയാബ് ചേത്തൂര കാണുന്നില്ലേ? അയ്യോ എന്താ ചെയ്യാ. ഇതിപ്പോ ഇയാളുണ്ടല്ലോ യാമിദ്, ഇയാളെല്ലാം പിന്നെയും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയ കുറെ കാലമായിട്ട് ഇല്ലായിരുന്നു. നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ഇങ്ങനെ എതിർക്കുന്നത് കൊണ്ട് ഇല്ല, എതിർത്തത് കൊണ്ട് അയാളെ സമസ്തകൾ കൈയൊഴിഞ്ഞു എന്നേ ഉള്ളൂ. അയാൾ സ്വന്തം നിലക്ക് മജ്‌ലിസും പ്രോഗ്രാമുകളും മറ്റുള്ള പിരിവുകളും ഇൻഷാ അല്ലാഹ് ഇന്നിപ്പോ ഒരു വീഡിയോ വന്നിട്ടുണ്ടാവും. ട്രൂത്ത് ആൻഡ് വിത്ത് എന്നുള്ള ഒരു ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടാവും. അതില് മൂപ്പര് പൈസ ഇങ്ങനെ കൊടുത്തിട്ട് ചാക്കിലാക്കി. അത് കണ്ടിട്ട് കണ്ടിട്ട് നിങ്ങളെ നമ്പർ കിട്ടി. അപ്പൊ ഞാൻ നിങ്ങളെ വിളിക്കാലെന്ന് വെച്ച്. പക്ഷെ ഇതിനുണ്ടല്ലോ ഇങ്ങനത്തെ ഉണ്ടല്ലോ എതിർത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. എന്തൊരു എതിർപ്പ് നേരിടേണ്ട വന്നാലും ഇതിനെപ്പോലത്തെ ഇത് നമ്മൾ എതിർത്തില്ലെങ്കിൽ ഈ സമൂഹം തന്നെ ഇല്ലാതായി പോകും. എന്നോട് ചോദിക്കുക, ആൾക്കാർ ചോദിക്കുക, നിങ്ങൾ ഏകദൈവ വിശ്വാസമാണല്ലോ. ഇതിപ്പോ നമ്മളെ പോലെ അമുസ്ലിങ്ങൾ ചോദിക്കുക, നിങ്ങൾ ഏകദൈവ വിശ്വാസമാണല്ലോ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. നിങ്ങൾ എനിക്കിപ്പോ വീഡിയോയിൽ അതിൽ കാണുന്ന ഏകദൈവം എല്ലാരോ പല ദൈവ വിശ്വാസമാണല്ലോ. അവിടെ പോയ ദൈവം, ഇവിടെ പോയ ദൈവം, നിങ്ങൾ അവിടെ ജാറ പൂജ. അപ്പൊ നിങ്ങൾ നമ്മളായിട്ട് എന്താ വ്യത്യാസം? കറക്റ്റ് അല്ലേ? അപ്പൊ നമ്മൾ ഈ പല ദൈവ വിശ്വാസത്തിലേക്കല്ലേ പോകുന്നു. അതെ, ഇത് നമ്മൾ എതിർത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതെ. എന്നാൽ നമ്മൾ ഇവരുടെ പ്രവർത്തനങ്ങൾ നിർത്തുക എന്ന ഉദ്ദേശത്തിലല്ല ഇത് എതിർക്കുന്നത്. കാര്യം ഈ ചക്കരക്കുടത്തിൽ കൈയിട്ടാലൊന്ന് നക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ചക്കരക്കുടം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതെ. അപ്പോ ഇത് കിട്ടി ശീലിച്ചോനെ അതുണ്ടാക്കാനുള്ള പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു പണി എടുക്കാതെ എത്രയാ വരുമാനം വരുന്ന? നല്ല വീട്, കാറ്, ആൾക്കാര്, പല സുഖം. ജനങ്ങളെ വഞ്ചിക്കല്ലേ. ഇൽമിന്റെ മറവില് ഇവര് ദുൽമല്ലേ കളിക്കുന്നു. അതെ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ആ വഞ്ചിക്കപ്പെടുന്ന ആളുകൾക്ക് ഉത്ബോധനം എന്നുള്ള നിലക്കാണ് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. തീർച്ചയായിട്ടും. ഇൻഷാല്ലാ മൻസൂർ ഭായ്, ഈ ഇതല്ല നിങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുന്നതുകൊണ്ട് ഒരാൾക്കെങ്കിൽ ബോധം വന്നില്ലെങ്കിൽ അത്രയും ഒരു വിജയം തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഈ വീഡിയോകൾ ഇട്ടുകൊണ്ടേ ഇരിക്കണം. ഒരു വിധത്തിലും പിന്മാറാൻ പാടില്ല. എല്ലാവിധ സപ്പോർട്ടുണ്ട് കേട്ടോ. ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി.